വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഒരു കിടിലം പായസം. സാധാരണ പിങ്ക് കളറിലുള്ള പാലട പായസമൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇന്ന് നമുക്ക് ഓറഞ്ച് കളറിലുള്ള ഒരു പാലട പായസം തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 100 ഗ്രാം അരിയുടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളമൊക്കെ ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് അതിനനുസരിച്ച് കുറഞ്ഞു വരും കേട്ടോ. പിന്നെ ഇവിടെ 3 ക്യാരറ്റ് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ച് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പാലട അട നന്നായിട്ട് തന്നെ സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് വേവോളം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഈ സമയത്തൊന്നും ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഈ അട ശരിക്കും വേവുന്ന ഒരു സംഭവം നമ്മളത് തൊട്ട് നോക്കിയാൽ ചിലപ്പോൾ വെന്തിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് നമ്മുടെ ഇളക്കുന്ന സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ നല്ല ക്രീമി രീതിയിലാവണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വേണം നമുക്ക് അട വെന്ത് ഉറപ്പ് വരുത്താൻ. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ പായസം കിട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് 2 നുള്ളി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കൂടി പോവേണ്ട. പിന്നെ നമ്മൾ പാലട പായസം തയ്യാറാക്കി എടുക്കുമ്പോൾ അതിലേക്ക് ഏലക്ക ചേർക്കരുത് കേട്ടോ. അപ്പോൾ ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലേക്ക് ക്യാരറ്റ് വേവിച്ചത് മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. അതിപ്പോൾ ഏകദേശം കുക്കായതിന് ശേഷമാണ് ഞാൻ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കളർ തന്നെ ചേഞ്ച്. അതിലേക്ക് ഒരു കാരമൽ ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല കേട്ടോ, ഈ ഒരു കളർ ചേർക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലട പായസമാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പാലട പായസം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.